ഹലോ ഗൈസ്, വെൽക്കം ടു കേമാസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ എപ്പിസോഡ് മഹിമ ഇന്ത്യൻ ഫെസ്റ്റിവലിലെ പൊതിച്ചോറായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്ന ബസാറിലെ, അതായത് സുരേഷ് ഏടന്റെ അപ്ന ബസാറിലെ പൊതിച്ചോറിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പൊതിച്ചോറ് തുറന്ന് എല്ലാം കണ്ടാലോ? വാ. അപ്പൊ നമുക്ക് പൊതിച്ചോറൊക്കെ തുറന്നാലോ? അതിന് മുമ്പ് നമുക്ക് കറികൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പുളിശ്ശേരി, പിന്നെ നമുക്കൊരു മീൻകറിയുടെ ഇതുണ്ട്, പിന്നെ നമ്മുടെ സാമ്പാർ, പിന്നെ നല്ല സൂപ്പർ സെമി പ്രൈസ് വന്നോണ് അതുകൊണ്ട്, പിന്നെ നല്ല കേരള സ്റ്റൈല് പപ്പടം. എങ്ങനെയുണ്ട്? നല്ല പപ്പടം അല്ലേ? നമുക്ക് ഇത് തുറന്നാലോ എന്നാ. അപ്പം നമ്മൾ പണ്ട് സ്കൂളിൽ പോയപ്പോൾ വാഴയിലുണ്ടാക്കിയ ആ പൊള്ളിച്ച വാഴയിലുണ്ടാക്കിയ ഒരു മണം, അതിൻ്റെ ഒരു നൊസ്റ്റാൾജി ഫീൽ അല്ലേ? അത് നമ്മൾ ടെക്സസിൽ വന്നിട്ട് നമുക്കിപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള മലയാളി കടകളിൽ പോയിട്ട് പൊതിച്ചോറ് വാങ്ങിക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ എനിക്കുള്ളത്. നല്ല വാഴയിലുണ്ടാക്കി ചൂട് തീരിട്ട് പോയിട്ടില്ല കേട്ടോ. ആ ഒരു വാഴയിലയുടെ ആ ഒരു ഇതും അത് തുറക്കുമ്പോൾ ഉള്ള ഒരു ആ സ്മെല്ലും എന്തല്ലേ. പിന്നെ നിങ്ങൾ കാണാം ഇവിടെ ഉള്ളത് നല്ല മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ ഒരു അവിയലുണ്ട്, പിന്നെ ഒരു തോരൻ, തേങ്ങ ചമ്മന്തി, പിന്നെ അതുപോലെ അച്ചാർ, പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ഇത് നമ്മുടെ ഉണക്കമീൻ. അതാദ്യമായിട്ടോട്ടെ എനിക്ക് കിട്ടിയേക്കണേ ഒരു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകിൻ്റെ ഇത്. അപ്പം അത്രയും സമയം ഗൈസ്. അപ്പം നമ്മൾ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഫീഗറിനെ കാണാൻ മറന്നുപോയി കേട്ടോ. എന്തായാലും ഇവിടെ അവൻ വാഴയിലേക്കകത്ത് എല്ലാം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ മൊരിച്ച് വെച്ചേക്കുന്ന ഒരു മത്തിക്കൊട്ടൻ. എന്താ അല്ലേ, കണ്ടിട്ട് തന്നെ കൊതിയാണ്. വേണ്ട, സൂപ്പർ. അപ്പോൾ കൈസ് നമുക്ക് തുടങ്ങിയാൽ നമുക്ക് ആദ്യം തന്നെ സാമ്പാർ വെച്ചൊന്ന് പിടിച്ചു വെക്കാം. നമുക്ക് സാമ്പാർ ഈ സൈഡിൽ നമ്മൾ കുറച്ചിങ്ങോട്ട് ഒഴിക്കണം. സാമ്പാർ നമ്മൾ കുറച്ച് ഒഴിച്ചു. അതുപോലെ അപ്പോൾ നമ്മൾ മീൻകറി ഈ സൈഡിൽ ഒഴിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുളിശ്ശേരി മൂന്ന് സൈഡ് വഴി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ പോട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മൾ സാമ്പാർ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒരു ചെറിയ നല്ല സാമ്പാർ. അതുപോലെ തന്നെ മീൻകറി ഒന്ന് പിടിച്ചു. പിന്നെ നമ്മൾ മത്തി ചാറെന്ന് പിടിച്ച് കഴിക്കാം കേട്ടോ. മത്തിയാണ് നല്ല മോരിഞ്ഞിരിക്കുന്ന മത്തി. ശകലം ഉണക്കമീൻ കൂടെ ഒന്ന് പിടിച്ചേക്കാം. ആദ്യമായിട്ട് കേട്ടോ ഉണക്കമീൻ. പിന്നെ നമ്മുടെ ലാസ്റ്റ് പുളിശ്ശേരി കൂടെ ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി ഗായ്സ്, സൂപ്പർ സൂപ്പർ. ഗായ്സ്, അപ്പം നമ്മുടെ വയറ് ഫുള്ളായിട്ട് നിറഞ്ഞു. ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല. പക്ഷെ എന്നാലും നമുക്ക് സേമിയ പായസം ബാക്കിയുണ്ട്. അപ്പം അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ. വലിയ മധുരമില്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ ചേരുവകളെല്ലാം ഉണ്ട്. നല്ല നല്ല സേമിയ പായസം കേട്ടോ. പിന്നെ നമ്മളൊരു ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു അവിയൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ തോരൻ നല്ലതായിരുന്നു, പിന്നെ മീൻ വറുത്തമൊക്കെ എല്ലാം ഒരു നല്ലതായിരുന്നു. നമ്മളൊരു ഓവറോൾ ഒരു 70-75 ഒരു സ്കോർ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ബാക്കി എല്ലാവർക്കും ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കടയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോയി ട്രൈ ചെയ്യുക. അപ്ന ബസാർ, മിസോറി സിറ്റി. ഓക്കെ.